ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വഫാത്ത് എന്നുള്ള പ്രയോഗം ആദരവോടുകൂടി പ്രയോഗിക്കുന്നതാണ്. ആദരവ് ബിദഅത്തിന്റെ അഹ്ലികാർക്ക് കൊടുക്കരുത്. അതന്നെ ബഹുമാനാണ് വഫാത്ത് എന്നുള്ള പ്രയോഗം. അത് മുമ്പത്തേക്ക് കൊടുക്കാൻ പാടില്ല. കേട്ടില്ലെങ്കിൽ വഫാത്ത് എന്നുള്ള പ്രയോഗം ഒരു ആദരവിന്റെ പ്രയോഗമാണ്. അത് മുബ്തദിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഉത്തരവാദി മരിച്ചാൽ ഓൻ വഫാത്തായി എന്ന് പറയാൻ പാടില്ല. അത് ഓൻ ആദരിക്കലും ബഹുമാനിക്കലാണ് എന്നാണ് ആര് സമത് പറയണ്ടേ. നമ്മൾ നോക്കുക ഇവരെ കൊടുക്കലുണ്ടോ ഇല്ല എന്നുള്ളത്. അത് കുഞ്ഞാമ്മ കൂടി പറയട്ടെ, കുഞ്ഞാമ്മ പറയട്ടെ, എന്നിട്ട് നമ്മൾ നോക്കുക. ഇവരെ പറഞ്ഞത് ഒരിക്കൽ പറയോ? ഇല്ല, പറയില്ല. ഇതൊന്നും തൊടാൻ പറ്റിയ ആൺകുട്ടി അപ്പുറത്തുണ്ടാവില്ല. ഇതൊക്കെ കാണാത്ത മാതിരി ഒഴിവാക്കി വിടുക. എന്നിട്ട് നിങ്ങൾ 5 സെക്കൻഡിൽ ക്ലിപ്പ് യോജിപ്പിച്ചു, 2 സെക്കൻഡിൽ ക്ലിപ്പ് യോജിപ്പിച്ചു, നിങ്ങൾക്ക് അതിനെ കയ്യുള്ളൂ. ഇതിനൊക്കെ എന്ത് കുഴപ്പമുള്ളത്? ഇതിൻ്റെ കാശം വ്യക്തല്ലേ? വഫാത്തുള്ള പ്രയോഗം പുത്തനവാദി മരിച്ചാൽ ഇവരെ പറ്റി പറയാൻ പാടില്ല. ഓൻ വഫാത്തായി എന്ന് പറയാൻ പാടില്ല. അത് ഓൻ ആദരിക്കലും ബഹുമാനിക്കലാണ്. അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. നമ്മൾ കൊടുക്കണ്ടോ ഇല്ല നമ്മൾ നോക്കുക. ഇപ്പൊ ചിലർക്ക് മുജാഹിദ് വഫാത്തായി എന്ന് പറയണത്ര ഓലത്തിക്കോളങ്ങള് മുജാഹിദ് വഫാത്താകുക. നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. എന്നിട്ട് മൂല്യന്മാരെ കോലം കെട്ടിയിട്ട് പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് മുജാഹിദിന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി വഹാബികളുടെ അടിവസ്ത്രം മലക്കി കൊടുക്കാൻ വിധിക്കപ്പെട്ട ചില പണ്ഡിത കോലങ്ങൾ നിങ്ങളെ ഞങ്ങൾ ഇരുത്തേണ്ടിടത്തിരുത്തും ഇൻഷാ അല്ലാഹ്. ഞാനാ ഒലത്തിനൊന്ന് കണ്ടുപോയി, മനസ്സിലായോ? അപ്പോൾ വഹാബി ഒരു പുത്തനവാദി മരിച്ചാൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് വലത്തലാണ്. ആ വലത്തിന് ആരാ വലത്തിയില്ലേ കുഞ്ഞമ്മേ? എൻ്റെ നൗഷാദനല്ലേ വലത്തി കൊടുത്തേ? ഓലെ അടിവസ്ത്രം മലക്കി കൊടുക്കാൻ വിളിച്ച പണ്ഡിത കോലങ്ങൾ എന്ന് പറഞ്ഞേ അത് ആരാ? ആ പണ്ഡിത കോല ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് കണ്ടോ? ഏറ്റവും വലിയ പുത്തനവാദിയാണ് ഇബ്നു തൈമിയ. അപ്പോൾ ഇബ്നു തൈമിയ ഞങ്ങൾ വെള്ളപൂശി എന്ന് പറഞ്ഞ നടക്കല്ലേ? ഇബ്നു തൈമിയക്ക് എല്ലാ ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്തതാരാ? ഇബ്നു തൈമിയ മരിച്ചപ്പം ഇബ്നു തൈമിയെ പറ്റി വഫാത്തായി എന്ന് പറഞ്ഞ ആരാ? ഈ കാട്ടുവളപ്പിൽ നൗഷാദാണ് അല്ലേ? ആ ക്ലിപ്പൊന്നും കണ്ടോളി. അപ്പോൾ പുത്തനവാദി ആദരിച്ചു, ബഹുമാനിച്ചു. എങ്ങനെയുണ്ട്? അപ്പം അതിൻ്റെ ഹുക്കും എന്താ? അത് പറഞ്ഞല്ലോ നിങ്ങള്. ഞങ്ങളുടെ ചോദ്യം എന്താണെന്നറിയോ? ഇബ്നു തൈമിയ വഫാത്താകുമ്പോ അവിടെ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി അവിടെ ഉണ്ട്. അവര് പോയതുണ്ടെങ്കിൽ കൊണ്ടുവാ, അതല്ലേ ചെയ്യേണ്ടത്? കേട്ടില്ല? ഇബ്നു തൈമിയ വഫാത്താകുമ്പോ അപ്പൊ സമതല്ല പറഞ്ഞത് വഫാത്തുള്ള പ്രയോഗം പുത്തനവാദിക്ക് കൊടുക്കാൻ പാടില്ല. ഇബ്നു തൈമിയ ഉത്തരവാദിയാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ആ ഇബ്നു തൈമിയ മരിച്ചതിനെ പറ്റിയാണ് നൗഷാദ് പറയുന്നത്. ഇബ്നു തൈമിയ വഫാത്താകുമ്പോ ഞങ്ങൾ നേതാവ് സുബ്കി ഇമാമുണ്ട്, സുബ്കി ഇമാം പോയതുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ. അപ്പോൾ വഫാത്തായതാണല്ലേ ഇബ്നു തൈമിയ. അപ്പോൾ ഇബ്നു തൈമിയക്ക് ആദരവും ബഹുമാനം കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഈ വഹാബിന്റെ ഇബ്നു കസീറൊക്കെ ഉണ്ട്, ഒക്കെ ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാരാണല്ലോ. അതൊക്കെ വഹാബിയാണ് നൗഷാദ് പറഞ്ഞുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിശ്ചയിച്ചോളി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇബ്നു കസീറിനെ പറ്റി എൻ്റെ നാട് തോട്ടശ്ശേരിയിൽ വന്നിട്ട് നൗഷാദ് പറഞ്ഞിട്ടോളി. എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് 2019 ഇബ്നു തൈമിയ വഫാത്തായി എന്ന് അല്ല ഇബ്നു കസീർ വഫാത്തായി എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ നോക്കുക. ഞങ്ങൾക്ക് ആരെങ്കിലും മൗലവിമാരുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. ഇതാണ് നിങ്ങള് അൽ ബിദായത്തു വൻ നിഹായ ഇബ്നു കസീർ, അല്ലാമ ഇബ്നു കസീർ എഴുതിയ കിതാബ് അബുൽ ഫിദാ അൽ ഹാഫിൾ ഇബ്നു കസീർ അദ്ദിമശ്ഖി 774 വഫാത്തായ, അതായത് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ എഴുതിയ കിതാബാണ്. ഈ കേട്ടില്ല? 774 വഫാത്തായ ഇബ്നു കസീർ. അപ്പോൾ ഇബ്നു കസീറിന് മരിച്ചപ്പം അതിന് വഫാത്തിന് പ്രയോഗം കൊടുക്കുകയാണ് ആര്? നൗഷാദ്. സമ്മതം എന്താ പറഞ്ഞേ? അങ്ങനെ കൊടുക്കാൻ പാടില്ല. കുഞ്ഞമ്മതോ ആണ് വലത്തി കൊടുക്കും. ആ വലത്തിലാ പോയി കാണണ്ടേ. ഇനി അടുത്ത കണ്ടോളി വഹാബിനെ പറ്റി. വഹാബി മരിച്ചിനെ പറ്റി ഈ നൗഷാദ് വായക്കാട് വെച്ച് പറഞ്ഞിട്ടോളി. ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ അവർക്ക് ആദരവും ബഹുമാനം കൊടുത്തിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ ഇങ്ങനെ കുതിര കയറി നടക്കുക. അല്ല, നിങ്ങളാ പറഞ്ഞത് ആദരവും ബഹുമാനം കൊടുക്കലാണ്. നിങ്ങളെ ഉസൂൽ വെച്ചാൽ ഞാൻ ചോദിക്കണ്ടേ? ഒരു പുത്തനവാദി മരിച്ചാൽ ഓൻ വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് ആദരവും ബഹുമാനം കൊടുക്കലാണ്. സമത് പയ്യോളിന്ന് വെച്ചിനി എന്തേ? ഏതെങ്കിലും ഇമാം പറഞ്ഞു കൊണ്ടുപോകാൻ. ആ ഇമാമിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഇമാമേ ഹാഫിദു ദഹബി 748 വഫാത്തായ മരിച്ചുപോയ ശംസുദ്ദീൻ ദഹബി ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേട്ടില്ല? 748 ഹിജ്റ 748 വഫാത്തായ മരിച്ചുപോയ ദഹബീൻ. അപ്പം ദഹബിക്കും കൊടുത്ത് വഫാത്തിനുള്ള പ്രയോഗം. ഇബ്നു തൈമിയക്കും കൊടുത്തു, ഇബ്നു കസീറിനും കൊടുത്തു. ലോകത്തെ ഏറ്റവും വലിയ പുത്തനവാദികളുടെ ലിസ്റ്റിലുള്ള പോലെ. അപ്പോൾ ആ തലക്കുള്ള ഏറ്റവും വലിയ നേതാക്കന്മാർക്ക് തന്നെ ആദരവും ബഹുമാനം കൊടുത്തിട്ടാണ് നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നിങ്ങളാ മറ്റുള്ള പറയണ്ടേ? ഇതിലൊക്കെ മറുപടി പറയടോ സമതേ. എൻ്റെ ഉസൂൽ വെച്ച് വയ്യോളി എന്ന് പറഞ്ഞതാ വഫാത്തിനുള്ള പ്രയോഗം പുത്തനവാദി കൊടുക്കാൻ പാടില്ല. കുഞ്ഞാമും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? എന്ത് പറയാണ്ട് നിങ്ങൾക്ക്? ഇവിടെ നിങ്ങൾ മറ്റുള്ള ഉസ്താദന്മാരെ നേരത്തെ ഇങ്ങനെ കുതിര കയറി നടക്കുക. ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റിയ ആൺകുട്ടികൾ നിങ്ങൾ കുട്ടികളുണ്ടോ? അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ. എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്.
കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്. കേട്ടില്ല, ഇവർ എത്ര തോന്നിയാസം പറഞ്ഞാലും എത്ര തമ്മാഴത്തരം പറഞ്ഞാലും എത്ര വൈരുദ്ധ്യം പറഞ്ഞാലും അതിന്റെ ക്രെഡിറ്റ് ഒക്കെ ഈ ഒരു ഉസ്താദിനാണ്, എന്റെ ശേഖനെ. അതെന്റെ ശേഖന തന്നെ കഴിയുള്ളൂ. ഈ ജാതി വർത്തമാനം പറഞ്ഞാലേ ഉദരോട്ടത്തിന് എടുക്കണോ? ഈ ജാതി വർത്തമാനം പറഞ്ഞാലേ ഒരിക്കൽ പറയാം വഫാത്തിന്റെ പ്രയോഗം അത് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പ്രയോഗമാണ്, അത് പുത്തൻവാദിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എന്റെ ശേഖല്ലേ പറയിപ്പിച്ചേ അല്ലേ? എന്നാ അതേ ശേഖനെ എന്താക്കാണ് പറയിപ്പിക്കുന്നത്? ഇവന് തീമയ്ക്കും ഇവന് കസീറിനും ആഫിദ് സാദിക്കൊക്കെ ആ ആദരവിന്റെയും ബഹുമാനത്തിനും പ്രയോഗങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുക. എങ്ങനെയുണ്ട്? നല്ല ക്രെഡിറ്റാ. അത് എന്റെ ശേഖരനെ പറ്റുള്ളൂ ആ ക്രെഡിറ്റ്. ഈ ജാതി ചെറിയും തോന്നിയാസും തമ്മാടിത്തരവും കക്കലും മുക്കലും ആ തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിമാട്ടലും മട്ടിമറിയും ചാതിയും വഞ്ചനയും എല്ലാ തട്ടിപ്പും നടത്തുന്ന നിങ്ങൾക്ക് അതൊക്കെ പഠിപ്പിച്ചു തരാ എൻ്റെ ശേഖ്. അതുള്ളപ്പോൾ നമ്മൾ കാണണ്ടേ ഈ കളവും സർവവും പറഞ്ഞ് നടക്കണ്ടേ? അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ശേഖരൻ തന്നെയാണ്. ഇത് വേറെ ആർക്കും മാണ്ടേനും. ഈ ക്രെഡിറ്റ് കാലം ഏറ്റെടുത്താലേ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കി. അത് പറ്റിയ ആളെൻ്റെ ശേഖ് തന്നെ, ഒരു തർക്കമില്ല. ചലക്കാതെ പോ. ഞങ്ങൾ നിങ്ങളാരും മാറിക്കളിക്കണമല്ല.